ആണ്. അപ്പോൾ അതിനകത്ത് നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, gastric acidifiers are the drugs which are used to dash the acidity of the stomach. It decreases, increases, stop, and none of this. Gastric acidifiers are the drugs which are used to dash the acidity of the stomach. സോ അസിഡിഫയേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ അതിനകത്ത് 4 ടൈപ്പ് അസിഡിഫയർ പറഞ്ഞിരുന്നു. സോ ഗ്യാസ്ട്രിക് അസിഡിഫയേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ടു ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇറ്റ് ഇൻക്രീസസ്. അസിഡിഫയേഴ്സ് മീൻസ് ഇറ്റ് പ്രൊഡ്യൂസ് ആസിഡ്. അതിൽ ഗ്യാസ്ട്രിക് അസിഡിഫയർ എന്ന് പറയുമ്പം ഇറ്റ് കൺട്രോൾ പി എച്ച് ഇൻ ദ സ്റ്റൊമക്ക്. സോ 4 ടൈപ്പ് അസിഡിഫയർ ഉണ്ടായിരുന്നു. ഗ്യാസ്ട്രിക് അസിഡിഫയർ, സിസ്റ്റമിക് അസിഡിഫയർ, യൂറിനറി അസിഡിഫയർ ആൻഡ് ആസിഡ്സ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഗ്യാസ്ട്രിക് അസിഡിഫയേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദ അസിഡിറ്റി ഓഫ് ദ സ്റ്റൊമക്ക്. Then second question, the drug which are used to maintain the pH of urine. The drug which are used to, or ഇതിൽ ഏത് കാറ്റഗറി ആണ് to maintain the pH of urine? Systemic acidifier, gastric acidifier, urinary acidifier and HCl. The drug which are used to maintain the pH of urine. The drug which are used to maintain the pH of urine. സെയിം തന്നെ 4 അസിഡിഫയർ പറയുന്നുണ്ട്. അതിൽ ഓരോ അസിഡിഫയറും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് ഏതാണ് ടു മെയിൻറ്റെയിൻ ദ പി എച്ച് ഓഫ് യൂറിൻ? ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. യൂറിനറി അസിഡിഫയർ. ദ ഡ്രഗ് വിച്ച് ആർ യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദ പി എച്ച് ഓഫ് യൂറിൻ ഈസ് യൂറിനറി അസിഡിഫയർ. സോ ആൻസർ ഓപ്ഷൻ സി. റെൻഡർ ദി, അതായത് ഇനി യൂറിനറി ട്രാക്ട് ഡിസോർഡേഴ്സിൽ വരുമ്പോൾ റെൻഡർ ദ അസിഡിക്, അതായിരുന്നു യൂറിനറി അസിഡിഫയർ എന്ന് പറഞ്ഞാൽ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. Then third question, hydrochloric acid can be prepared. അന്ന് പ്രിപ്പറേഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രിപ്പറേഷൻ പറഞ്ഞപ്പോൾ അതിൻ്റെ അതർ നെയിമും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അതിന് അതർ നെയിം കിട്ടിയത്? അതുകൂടെ ചേർത്തിട്ടാണെന്ന് പറഞ്ഞത്. സോ HCl ക്യാൻ ബി പ്രിപ്പയർഡ്. അതിൽ ഫസ്റ്റ് പ്രിപ്പറേഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്, നൈട്രിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, നൺ ഓഫ് ദിസ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അതർ നെയിം ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടെ പറയുന്നത്. സോ അന്ന് ആ പ്രിപ്പറേഷൻ പറഞ്ഞപ്പോൾ ഇത് അതുകൊണ്ട് എടുത്തു പറഞ്ഞതുകൊണ്ടാണ് അതിന് അതർ നെയിം വന്നത് എന്ന് പറഞ്ഞിരുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്. ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല, സൾഫ്യൂരിക് ആസിഡ് ആണ്. സോറി. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്, നൈട്രിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, നൺ ഓഫ് ദിസ്. ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷനിൽ വന്നേക്കുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ എ സൾഫ്യൂരിക് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം സൾഫ്യൂരിക് ആസിഡ് ആണ്. ആൻഡ് സോഡിയം ക്ലോറൈഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്, നൈട്രിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, നൺ ഓഫ് ദിസ് എന്ന് പറഞ്ഞിരുന്നപ്പോൾ അതിൻ്റെ അതർ നെയിം, ഹൈഡ്രോക്ലോറിക് ആസിഡിന് വേറൊരു നെയിം കൂടെ പറഞ്ഞിരുന്നു. അതിൻ്റെ താഴെ എൻ്റെ വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതുകൊണ്ടാണിത് പറയാത്തത്. സോ ആ പേര് വരാൻ കാരണം ഈ പ്രിപ്പറേഷനാണ്. ആ പ്രിപ്പറേഷനകത്ത് അത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സോ സൾഫ്യൂരിക് ആസിഡ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്, നൈട്രിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, നൺ ഓഫ് ദിസ്. സോ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല, വെസ്റ്റേണിൽ ഓപ്ഷനിൽ എഴുതിയതിൻ്റെ മിസ്റ്റേക്കാണ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, തെറ്റിപ്പോകരുത്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4 ആൻഡ് NaCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4 ആൻഡ് NaCl. അതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല. സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദി ആക്ഷൻ ഓഫ് ഓപ്ഷൻ എ ആണ് ആൻസർ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല. സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്. So fourth question, hydrochloric acid is also known as muriatic acid, spirit of salt, both, none of this. Hydrochloric acid is also known as muriatic acid, spirit of salt, both, none of this. Hydrochloric acid is also known as, ഓൾറെഡി നമുക്കിതിൻ്റെ ആൻസർ അറിയാം.
സ്പിരിറ്റ് ഓഫ് സാൾട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതുകൂടാതെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ് മ്യൂറിയാറ്റിക് ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നും പറയും. ഓക്കെ, 2 പേരുണ്ട്, മ്യൂറിയാറ്റിക് ആസിഡ് ആൻഡ് സ്പിരിറ്റ് ഓഫ് സോൾട്ട്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ, ബോത്ത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് ആൻഡ് മ്യൂറിയാറ്റിക് ആസിഡ്. ഓക്കെ, രണ്ട് ആൻസർ ഉണ്ട്, രണ്ടും പറയും. മ്യൂറിയാറ്റിക് ആസിഡ് എന്നും പറയും, സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നും പറയും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ, ബോത്ത്. ഓക്കെ, സോ സ്പിരിറ്റ് ഓഫ് സോൾട്ട് നമ്മൾ എന്നാൽ പ്രിപ്പറേഷൻ പറഞ്ഞത് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ് അതിൻ്റെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോൺ ആസ് അതർ നെയിം സ്പിരിറ്റ് ഓഫ് സോൾട്ട്. അത് കൂടാതെ മ്യൂറിയാറ്റിക് ആസിഡ് എന്നും അതിന് വേറൊരു പേരുണ്ട്. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ് മ്യൂറിയാറ്റിക് ആസിഡ് ആൻഡ് സ്പിരിറ്റ് ഓഫ് സോൾട്ട്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ സി, both. Then 5th question, the drug which are able to neutralize the alkaline body fluid, especially blood. The drug which are able to neutralize the alkaline body fluid, especially blood. Systemic acidifier, gastric acidifier, urinary acidifier and HCl. The drug which are able to neutralize, നമ്മൾ ഓരോ acidifiers അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോ ഏബിൾ ടു ന്യൂട്രലൈസ് ദ ആൽക്കലൈൻ ബോഡി ഫ്ലൂയിഡ് എസ്പെഷ്യലി ബ്ലഡ്. ഏത് acidifier ആണ്? സിസ്റ്റമിക് acidifier, gastric acidifier, urinary acidifier and HCl. Okay, option A ആണ് ആൻസർ, systemic acidifier. Systemic acidifier ആണ് ആൻസർ. The drug which are able to neutralize the alkaline body fluid, especially blood. Answer, systemic acidifier. Option A ആണ് ആൻസർ, option A, systemic acidifier. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സിസ്റ്റമിക് acidifier ആണ് ആൻസർ കേട്ടോ. ദ ഡ്രഗ് വിച്ച് ആർ ഏബിൾ ടു ന്യൂട്രലൈസ് ദ ആൽക്കലൈൻ ബോഡി ഫ്ലൂയിഡ് എസ്പെഷ്യലി ബ്ലഡ്, സിസ്റ്റമിക് acidifier. Then 6th question, the neutralizing capacity of antacid. The neutralizing capacity of antacid is expressed in milliequivalents of HCl, parts per minute, milliliter, milligram. Milliequivalents of HCl, parts per minute, milliliter, milligram. The neutralizing capacity of antacid is expressed in the neutralizing capacity of antacid is expressed in option A and answer, milliequivalents of HCl. Milliequivalents of HCl and answer, milliequivalents of HCl. The neutralizing capacity of antacid, option A, milliequivalents of HCl. Option A ആണ് answer. Then 7th question, example of systemic antacid. Antacid രണ്ട് ടൈപ്പ്, സിസ്റ്റമിക് ആൻഡ് നോൺ സിസ്റ്റമിക്. അതിൽ സിസ്റ്റമിക് ആൻറ്റാസിഡിന് എക്സാമ്പിൾ ഏതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്. മഗ്നീഷ്യം ഓക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്. എക്സാമ്പിൾ ഓഫ് സിസ്റ്റമിക് ആൻഡ് നോൺ സിസ്റ്റമിക് പറഞ്ഞിരുന്നു. അതിൽ സിസ്റ്റമിക്കിന് എക്സാമ്പിൾ ഏതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ, സോഡിയം ബൈകാർബണേറ്റ്. ബാക്കി മൂന്നും നോൺ സിസ്റ്റമിക് ആണ്. അതിൽ മഗ്നീഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം കണ്ടെയ്നിങ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്, കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്. സോ എക്സാമ്പിൾ ഓഫ് സിസ്റ്റമിക് ആൻറ്റാസിഡ് എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഓപ്ഷൻ ബി, സോഡിയം ബൈകാർബണേറ്റ്. Then 8th question, ബി ആണ് ആൻസർ, ഓപ്ഷൻ ബി. Example of systemic antacid, sodium bicarbonate, NaHCO3. 8th question, antacids are the drugs which are able to increase the gastric acid, decrease the gastric acid, neutralize the excess gastric acid. None of this. Antacids which are able to increase the gastric acid, decrease the gastric acid and neutralize the gastric acid. Okay, option C ആണ് ആൻസർ, is neutralize the excess gastric acid. Neutralize the excess gastric acid. Option C ആണ് ആൻസർ, option C.
Option C ആണ് ആൻസർ. Antacids are the drugs which are able to neutralize the excess gastric acid. The 9th question, okay, option C ആണ് ആൻസർ. Magnesium is also known as. Magnesium is also known as. Magnesium oxide ആണ് കേട്ടോ. Magnesium oxide, magnesium അല്ല, magnesium oxide is also known as milk of magnesia, magnesia, precipitated chalk, none of this. Magnesium oxide ആണ്, magnesium അല്ല, magnesium oxide is also known as milk of magnesia, magnesia, precipitated chalk, none of this. Magnesium അല്ല, magnesium oxide ആണ്. Magnesium oxide is also known as. കൺഫ്യൂഷൻ വരരുത്. ക്വസ്റ്റ്യനിൽ മഗ്നീഷ്യം എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഈസ് ഓൾസോ നോൺ ആസ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ, മഗ്നീഷ്യ, പ്രസിപ്പിറ്റേറ്റഡ് ചോക്ക്, നൺ ഓഫ് ദിസ്. അതിൽ ഡൗട്ട് വരുന്നത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സിനോണിം ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി, മഗ്നീഷ്യ ആണ് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ സിനോണിം എന്ന് പറയുന്നത്. സോ മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ഓൾസോ നോൺ ആസ് മഗ്നീഷ്യ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സിനോണിമാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ഓക്കെ. പ്രസിപ്പിറ്റേറ്റഡ് ചോക്ക് എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ. അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ഓൾസോ നോൺ ആസ് മഗ്നീഷ്യ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ഓൾസോ നോൺ ആസ് മഗ്നീഷ്യ. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ആണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മഗ്നീഷ്യ ആണ് ആൻസർ. ഓക്കെ. മഗ്നീഷ്യ എന്ന് പറയുന്നത് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ സിനോണിമാണ്. സോ 10th question, sodium bicarbonate is also known as baking soda, metha soda, sodium hydrogen carbonate, or baking soda, metha soda, sodium hydrogen carbonate, or sodium bicarbonate. ഇതിൽ നമുക്ക് അറിയാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ്. അതുപോലെ സോഡിയം ബൈകാർബണേറ്റിൻ്റെ വേറൊരു പേരാണ് മിത്താ സോഡ. അതുപോലെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നും സോഡിയം ബൈകാർബണേറ്റിനെ പറയും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോഡിയം ബൈകാർബണേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബേക്കിംഗ് സോഡ, മിത്താ സോഡ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആൻഡ് ഓൾ ആണ് ആൻസർ എന്ന് പറയുന്നത്. ബേക്കിംഗ് സോഡ എന്നും പറയും, മിത്താ സോഡ എന്നും പറയും, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നും പറയും. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ആണ് ആൻസർ. ഓക്കെ. സോഡിയം ബൈകാർബണേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബേക്കിംഗ് സോഡ, മിത്താ സോഡ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ. ഓക്കെ. സോഡിയം ബൈകാർബണേറ്റ്. അതിനകത്ത് നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, gastric acidifiers are the drugs which are used to dash the acidity of the stomach. It decreases, increases, stop, and none of this. Gastric acidifiers are the drugs which are used to dash the acidity of the stomach. So acidifiers എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. സോ അതിനകത്ത് 4 ടൈപ്പ് acidifier പറഞ്ഞിരുന്നു. സോ gastric acidifiers which are used to okay, option B ആണ് ആൻസർ. ഇറ്റ് ഇൻക്രീസസ്. acidifiers means it produce acid. അതിൽ gastric acidifier എന്ന് പറയുമ്പം it control pH in the stomach. സോ 4 ടൈപ്പ് acidifier ഉണ്ടായിരുന്നു. gastric acidifier, systemic acidifier, urinary acidifier and acids. ഓക്കെ. ഓപ്ഷൻ B ആണ് ആൻസർ. gastric acidifiers which are used to increase the acidity of the stomach. Then second question, the drug which are used to maintain the pH of urine. The drug which are used to, or ഇതിൽ ഏത് കാറ്റഗറി ആണ് to maintain the pH of urine? Systemic acidifier, gastric acidifier, urinary acidifier and HCl. The drug which are used to maintain the pH of urine. The drug which are used to maintain the pH of urine. സെയിം തന്നെ 4 അസിഡിഫയർ പറയുന്നുണ്ട്. അതിൽ ഓരോ അസിഡിഫയറും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് ഏതാണ് ടു മെയിൻറ്റെയിൻ ദ പി എച്ച് ഓഫ് യൂറിൻ?
Okay, option C ആണ് ആൻസർ. യൂറിനറി അസിഡിഫയർ. The drug which are used to maintain the pH of urine is urinary acidifier. So answer option C. റെൻഡർ ദി, അതായത് എനി യൂറിനറി ട്രാക്ട് ഡിസോർഡേഴ്സിൽ വരുമ്പോൾ റെൻഡർ ദ അസിഡിക്, അതായിരുന്നു യൂറിനറി അസിഡിഫയർ എന്ന് പറഞ്ഞാൽ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ്. അന്ന് പ്രിപ്പറേഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രിപ്പറേഷൻ പറഞ്ഞപ്പോൾ അതിൻ്റെ അതർ നെയിമും കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അതിന് അതർ നെയിം കിട്ടിയത്, അതുകൂടെ ചേർത്തിട്ടാണെന്ന് പറഞ്ഞത്. സോ HCl ക്യാൻ ബി പ്രിപ്പയർഡ്, അതിൽ ഫസ്റ്റ് പ്രിപ്പറേഷൻ ആണ്. It can be prepared by the action of concentrated hydrochloric acid and sodium chloride, concentrated hydrochloric acid and sodium hydroxide, nitric acid and sodium chloride, none of this. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അതർ നെയിം ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടെ പറയുന്നത്. സോ അന്ന് ആ പ്രിപ്പറേഷൻ പറഞ്ഞപ്പോൾ ഇത് അതുകൊണ്ട് എടുത്തു പറഞ്ഞത്, അതുകൊണ്ടാണ് അതിന് അതർ നെയിം വന്നത് എന്ന് പറഞ്ഞിരുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്. കോൺസെൻട്രേറ്റഡ് ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല, സൾഫ്യൂരിക് ആസിഡ് ആണ്. സോറി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്, നൈട്രിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, നൺ ഓഫ് ദിസ്. ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷനിൽ വന്നേക്കുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ എ സൾഫ്യൂരിക് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം സൾഫ്യൂരിക് ആസിഡ് ആണ്. ആൻഡ് സോഡിയം ക്ലോറൈഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്, നൈട്രിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, നൺ ഓഫ് ദിസ് എന്ന് പറഞ്ഞിരുന്നപ്പോൾ അതിൻ്റെ അതർ നെയിം, ഹൈഡ്രോക്ലോറിക് ആസിഡിന് വേറൊരു നെയിം കൂടെ പറഞ്ഞിരുന്നു. അതിൻ്റെ താഴെ എൻ്റെ വേറെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതുകൊണ്ടാണിത് പറയാത്തത്. സോ ആ പേര് വരാൻ കാരണം ഈ പ്രിപ്പറേഷനാണ്, ആ പ്രിപ്പറേഷനകത്ത് അത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സോ സൾഫ്യൂരിക് ആസിഡ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്, നൈട്രിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, നൺ ഓഫ് ദിസ്. സോ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല, വെസ്റ്റേണിൽ ഓപ്ഷനിൽ എഴുതിയതിൻ്റെ മിസ്റ്റേക്കാണ്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, തെറ്റിപ്പോകരുത്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4 ആൻഡ് NaCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ആക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4 ആൻഡ് NaCl. അതാണ് ആൻസർ, ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല. സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദി ആക്ഷൻ ഓഫ്, ഓപ്ഷൻ എ ആണ് ആൻസർ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ല, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്, സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ്. So fourth question, hydrochloric acid is also known as, hydrochloric acid is also known as muriatic acid, spirit of salt, both, none of this. Hydrochloric acid is also known as muriatic acid, spirit of salt, both, none of this. Hydrochloric acid is also known as, already നമുക്കിതിൻ്റെ ആൻസർ അറിയാം, സ്പിരിറ്റ് ഓഫ് സാൾട്ട് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതുകൂടാതെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ് മ്യൂറിയാറ്റിക് ആസിഡ്, മ്യൂറിയാറ്റിക് ആസിഡ് എന്നും പറയും. ഓക്കെ, രണ്ട് പേരുണ്ട്, മ്യൂറിയാറ്റിക് ആസിഡ് ആൻഡ് സ്പിരിറ്റ് ഓഫ് സോൾട്ട്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ, ബോത്ത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് ആൻഡ് മ്യൂറിയാറ്റിക് ആസിഡ്. ഓക്കെ, രണ്ട് ആൻസർ ഉണ്ട്, രണ്ടും പറയും. മ്യൂറിയാറ്റിക് ആസിഡ് എന്നും പറയും, സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നും പറയും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ, ബോത്ത്. ഓക്കെ, സോ സ്പിരിറ്റ് ഓഫ് സോൾട്ട് നമ്മൾ എന്നാൽ പ്രിപ്പറേഷൻ പറഞ്ഞത് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ് അതിൻ്റെ പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോൺ ആസ് അതർ നെയിം സ്പിരിറ്റ് ഓഫ് സോൾട്ട്. അത് കൂടാതെ മ്യൂറിയാറ്റിക് ആസിഡ് എന്നും അതിന് വേറൊരു പേരുണ്ട്. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ് മ്യൂറിയാറ്റിക് ആസിഡ് ആൻഡ് സ്പിരിറ്റ് ഓഫ് സോൾട്ട്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻ സി, ബോത്ത്. Then fifth question, the drug which are able to neutralize the alkaline body fluid, especially blood. The drug which are able to neutralize the alkaline body fluid, especially blood. Systemic acidifier, gastric acidifier, urinary acidifier and HCl. The drug which are able to neutralize, നമ്മൾ ഓരോ acidifiers അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോ ഏബിൾ ടു ന്യൂട്രലൈസ് ദ ആൽക്കലൈൻ ബോഡി ഫ്ലൂയിഡ് എസ്പെഷ്യലി ബ്ലഡ്. ഏത് acidifier ആണ്? സിസ്റ്റമിക് acidifier, gastric acidifier, urinary acidifier and HCl. Okay, option A ആണ് ആൻസർ, systemic acidifier. Systemic acidifier ആണ് ആൻസർ. The drug which are able to neutralize the alkaline body fluid, especially blood,
ആൻസർ സിസ്റ്റമിക് ആസിഡിഫയർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ സിസ്റ്റമിക് ആസിഡിഫയർ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സിസ്റ്റമിക് ആസിഡിഫയർ ആണ് ആൻസർ കേട്ടോ. ദ ഡ്രഗ് വിച്ച് ആർ ഏബിൾ ടു ന്യൂട്രലൈസ് ദ ആൽക്കലൈൻ ബോഡി ഫ്ലൂയിഡ് എസ്പെഷ്യലി ബ്ലഡ്, സിസ്റ്റമിക് ആസിഡിഫയർ. Then sixth question, the neutralizing capacity of antacid. The neutralizing capacity of antacid is expressed in milliequivalents of HCl, parts per minute, milliliter, milligram. Milliequivalents of HCl, parts per minute, milliliter, milligram. The neutralizing capacity of antacid is expressed in the neutralizing capacity of antacid is expressed in option A and answer milliequivalents of HCl. Milliequivalents of HCl and answer milliequivalents of HCl. The neutralizing capacity of antacid option A milliequivalents of HCl. Option A and answer. Then seventh question, example of systemic antacid. Antacid രണ്ട് ടൈപ്പ്, സിസ്റ്റമിക് ആൻഡ് നോൺ സിസ്റ്റമിക്. അതിൽ സിസ്റ്റമിക് ആൻറ്റാസിഡിന് എക്സാമ്പിൾ ഏതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്. മഗ്നീഷ്യം ഓക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്. എക്സാമ്പിൾ ഓഫ് സിസ്റ്റമിക് ആൻഡ് നോൺ സിസ്റ്റമിക് പറഞ്ഞിരുന്നു. അതിൽ സിസ്റ്റമിക്കിന് എക്സാമ്പിൾ ഏതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ, സോഡിയം ബൈകാർബണേറ്റ്. ബാക്കി മൂന്നും നോൺ സിസ്റ്റമിക് ആണ്. അതിൽ മഗ്നീഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം കണ്ടെയ്നിങ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്, കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്. സോ എക്സാമ്പിൾ ഓഫ് സിസ്റ്റമിക് ആൻറ്റാസിഡ് എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി, സോഡിയം ബൈകാർബണേറ്റ്. ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ, ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി, example of systemic antacid sodium bicarbonate NaHCO3. Eighth question, antacids are the drugs which are able to increase the gastric acid, decrease the gastric acid, neutralize the excess gastric acid. None of this. Antacids which are able to increase the gastric acid, decrease the gastric acid and neutralize the gastric acid. Okay, option C ആണ് ആൻസർ. Is neutralize the excess gastric acid. Neutralize the excess gastric acid. Option C ആണ് ആൻസർ. Option C. Option C ആണ് ആൻസർ. Antacids are the drugs which are able to neutralize the excess gastric acid. The ninth question, okay, option C ആണ് ആൻസർ. Magnesium is also known as മഗ്നീഷ്യം ഓക്സൈഡ് ആണ് കേട്ടോ. മഗ്നീഷ്യം അല്ല, മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ഓൾസോ നോൺ ആസ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ, precipitated chalk, none of this. Magnesium oxide ആണ്, magnesium അല്ല. Magnesium oxide is also known as milk of magnesia, precipitated chalk, none of this. Magnesium അല്ല, magnesium oxide ആണ്. Magnesium oxide is also known as. കൺഫ്യൂഷൻ വരരുത്. ക്വസ്റ്റ്യനിൽ മഗ്നീഷ്യം എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്, മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഈസ് ഓൾസോ നോൺ ആസ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ, precipitated chalk, none of this. അതിൽ ഡൗട്ട് വരുന്നത് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സിനോണിം ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി, മഗ്നീഷ്യ ആണ് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ സിനോണിം എന്ന് പറയുന്നത്. സോ മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ഓൾസോ നോൺ ആസ് മഗ്നീഷ്യ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സിനോണിമാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ഓക്കെ, precipitated chalk എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ഓൾസോ നോൺ ആസ് മഗ്നീഷ്യ.
ഓപ്ഷൻ ബി ആണ് ആൻസർ. മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ഓൾസോ നോൺ ആസ് മഗ്നീഷ്യ. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെയാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. ഓപ്ഷൻ ബി ആണ് ആൻസർ. മഗ്നീഷ്യ ആണ് ആൻസർ. ഓക്കെ, മഗ്നീഷ്യ എന്ന് പറയുന്നത് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ സിനോണിമാണ്. സോ 10th question, sodium bicarbonate. Sodium bicarbonate is also known as baking soda, metha soda, sodium hydrogen carbonate, or baking soda, metha soda, sodium hydrogen carbonate, or സോഡിയം ബൈകാർബണേറ്റ്. ഇതിൽ നമുക്ക് അറിയാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയാണ്. അതുപോലെ സോഡിയം ബൈകാർബണേറ്റിൻ്റെ വേറൊരു പേരാണ് മിത്താ സോഡ. അതുപോലെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നും സോഡിയം ബൈകാർബണേറ്റിന് പറയും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോഡിയം ബൈകാർബണേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബേക്കിംഗ് സോഡ, മിത്താ സോഡ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആൻഡ് ഓൾ ആണ് ആൻസർ എന്ന് പറയുന്നത്. ബേക്കിംഗ് സോഡ എന്നും പറയും, മിത്താ സോഡ എന്നും പറയും, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നും പറയും. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ആണ് ആൻസർ. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബേക്കിംഗ് സോഡ, മിത്താ സോഡ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ്.